ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റോസ് സിറപ്പാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഫലൂഡയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഫലൂദയുടെ റെസിപ്പിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഷുഗർ എടുക്കുന്നുണ്ട്. അതൊരു പാനിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം സെയിം കപ്പിനകത്ത് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു പിഞ്ച് ഉപ്പിടണം. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങ നീരും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ റോസ് സിറപ്പിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബീറ്റ്റൂട്ട് എടുത്തിട്ട് അതിനെ നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ വെള്ളത്തിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം അതിനെ തിളപ്പിക്കണം. തിളച്ച് ആ വെള്ളത്തിനകത്തേക്ക് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ കളറൊക്കെ വരുന്നേരം വരെ നല്ലോണം തിളപ്പിച്ച്, അതായത് ഒരു 5 മിനിറ്റ് നമ്മൾ തിളപ്പിക്കണം. ഒരുപാട് തിക്കൊന്നും ആയി പോകേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ചെറുതായിട്ടൊരു തിക്നെസ് ആവും ഒരു 5 മിനിറ്റ്സ് ആകുമ്പോഴത്തേനും. അപ്പോഴത്തേനും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ്സ് വയ്ക്കുമ്പോഴത്തേനും നമ്മുടെ റോസ് സിറപ്പ് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതിനെ വാങ്ങിയിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം ഇതിനെ. അപ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോഴത്തേനും ഒരുപാട് തിക്കായിപ്പോകും. നമുക്കപ്പോൾ അത്ര തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. ഇത്ര ഒരു 5 മിനിറ്റ്സ് വയ്ക്കുമ്പോഴത്തേനുള്ള ഈ കൺസിസ്റ്റൻസി മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾക്കൊരു 1/2 സ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിന് നമ്മുടെ റോസ് സിറപ്പ് ഇവിടെ റെഡിയാവും. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ട് നമ്മുടെ ഡെസേർട്ടിനകത്തൊക്കെ ഒഴിക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കുമേ 5 മിനിറ്റ്സ് ആകുമ്പോഴത്തേനും അതുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിനകത്താണോ വെള്ളം മെഷർ ചെയ്യുന്നത് ആ കപ്പിനകത്ത് തന്നെ ഷുഗർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ റോസ് സിറപ്പ് വെച്ച് നമുക്ക് പെട്ടെന്നൊരു ഫലൂഡ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലിനകത്തേക്ക് 4 സ്പൂണോളം ഷുഗർ ആഡ് ചെയ്തിട്ട് പാലിനെ ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ സേവ് ഫലൂഡ സേവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഫലൂദ സേവ് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് മതി. അപ്പോഴത്തേനും നല്ലോണം വെന്ത് കിട്ടും. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു 90% വെന്തേച്ചാൽ മതി കേട്ടോ. ഈ വെന്ത സേവിനെ നമ്മളൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിനകത്തേക്ക് 2 സ്പൂണോളം സബ്ജ സീഡ്സ്, അതായത് ഗസഗസ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് കുതിരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഫലൂഡയ്ക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ആപ്പിളും അനാറും ആണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്തുള്ള ഫ്രൂട്ട്സ് ഞാനെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ 1 സ്പൂണോളം ഷുഗറും കൂടെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും ഫലൂഡ ഉണ്ടാക്കാനുള്ള എല്ലാ തിങ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സ്, ഗസഗസ, പിന്നെ റോസ് സിറപ്പ്, പാല് നല്ലോണം തണുത്തിട്ടുണ്ട്. ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. ഇനി ഇതിനെല്ലാം ഒന്ന് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫലൂഡ റെഡിയാക്കാനുള്ള സാധനങ്ങളൊക്കെ നല്ലോണം തണുത്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബേസ് ലെയറായിട്ട് കുറച്ച് നമ്മുടെ റോസ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പാലും സേമിയയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സേമിയ സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫലൂഡയുടെ സബ്ജ സീഡ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് അതിൻ്റെ പുറകെ വീണ്ടും പാലും സേമിയ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലെയർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് നമുക്ക് ഐസ്ക്രീമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. അറിയാൻ മേലാത്തവർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റോസ് സിറപ്പ് വീട്ടിൽ തന്നെ റെഡിയാക്കി നോക്കുകയും ചെയ്യണം. പിന്നെ എന്താണ്, അപ്പം നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് എന്താണ് ഏറ്റവും മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ഫലൂഡ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെന്താണ്, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.